എന്തേ? ഈടെ വന്നേരം ഒരു സുഖമില്ല. ആടെ ബിഗ് ബോസ് ഹൗസിൽ എന്ത് വൈബാന്നറിയാം. കുറേ ആൾക്കാരെല്ലാം ആയിട്ട് വീട് നിറയെ ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് ദിവസം നാട്ടിൽ എൻ്റെ തറവാട്ടിൽ പോയിട്ട് വന്നാലോ? അവിടെ ആകുമ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്, ഏട്ടനുണ്ട്, അടുത്തുണ്ട്, പിള്ളേരിലുണ്ട്, വീട് മുഴുവൻ ആൾക്കാരാ. അത്ര വൈബിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ. ഷണ്ണൂട്ടാ, നമ്മളെ അടുത്ത വീട് പോലെ ഇവിടെ ഗാർഡൻ ഏരിയ ഒന്നും ഇല്ലടാ. ഗാർഡനെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി അവിടെ പോയിട്ട് ഇരിക്കായിരുന്നു. ഷണ്ണൂട്ടാ, നീ ഡെസ്പായാടാ? ഞാൻ ഡെസ്പാന്നടാ. നല്ല സുഖേനു അല്ലേ ഗാർഡൻ ഏരിയയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്? ആ രാജീവട്ട ഓള് വന്ന് 2 ദിവസമായി. ഒരു സെക്കൻഡ് എടി, നമ്മളെ രാജീവട്ടം വരുന്നുണ്ട് വീക്കെൻഡ്. രാജീവേട്ടനല്ലേ, ലാലാട്ടനൊന്നും അല്ലല്ലോ ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതെന്നാ കഴുത്തിലൊന്ന് തൊടല? ആടുന്ന് ഇത് ഇട്ടിട്ട് ശീലമായിപ്പോയപ്പാ. അപ്പൊ പെട്ടെന്ന് ഇതില്ലാണ്ടിരിക്കുമ്പോ എന്തോ ഒരു പോലെ. രാജീവട്ടം പിന്നെ വിളിക്കാം. അവിടെ ബിഗ് ബോസിൽ അയാൾ 4 നേരം നായിനെ പോലെ വിളിച്ചു പറയലാണ്. സുലു മൈക്കിട് 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 എന്നിട്ട് ഇട്ടില്ല. ഈടെ വന്നിട്ട് ഓക്ക് മൈക്ക്. ബിഗ് ബോസ് ബിഗ് ബോസ് അല്ല, ഞാനാണ്. പെട്ടെന്നുണ്ടല്ല, ഞാൻ ആ സൗണ്ട് മാത്രം കേട്ടോ ബിഗ് ബോസ് ആണെന്ന് വിചാരിച്ചു. സുലു, സുലു, ഹേ സുലു, 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 സുലോചന കിച്ചണിലേക്ക് വരിക. വിളിച്ചിനാ? എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പാരൻസിൻ്റെ അടുക്കുന്ന. എന്നെയും എൻ്റെ ചേച്ചീനെയും 2 തട്ടിലാണ് അവർ കണ്ടിട്ടുള്ളത്. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടൊരു ജാനുവരി മാസത്തിൽ അച്ഛൻ എന്നെ ഒരുപാട് കരയിച്ചു, അമ്മ അടിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. രാവും പകലും ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ആരും പോലുള്ള ബാല്യമല്ല എൻ്റെത്. ഒരുപാട് കരഞ്ഞു തീർത്ത ബാല്യമാണ് എൻ്റെത്. ഈ ഡിസംബറിലെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ജനുവരിയിൽ നിനക്ക് പേപ്പർ കിട്ടിയത് നീ എല്ലാത്തിലും തോറ്റി. എന്നിട്ട് നീ ആ ഉത്തര കടലാസിൽ മുഴുവൻ മാർക്ക് തിരുത്തി. അത് നിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഓറ് നിന്നെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയൊന്നും ചെയ്യൂലേ? പിന്നെ തലയിൽ വെച്ച് നടക്കണ. പിന്നെ നിൻ്റെ ഏച്ചി നീ ഒന്ന് 2 കെട്ടില്ല എന്നാ. ഓള് പഠിക്കുന്നതുകൊണ്ട് ഓളെ ചീത്ത പറയേണ്ട ആവശ്യമില്ല. നീ ഇമാതിരി കള്ളത്തരം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചീത്ത പറയലാണ്ട് പറയുന്ന ചെയ്യാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് തിന്ന് തൂറിയിരുന്ന കാര്യം പറയാ. അങ്ങനെയാകുമ്പോൾ പിന്നെ ഒരുപാട് വോട്ട് കിട്ടുമല്ല. വോട്ട് കിട്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല. അവിടെയുള്ള ഓരോരാളുടെ കഥ കേൾക്കണം. അച്ഛൻ വിട്ടുപോയി, അമ്മ ഒളിച്ചോടി. അമ്മ ഒളിച്ചോടി പോകാത്താണിപ്പം മോക്ക് വരാതി. ഗാർഹിക പീഡനം. പിന്നെ നമ്മളല്ലേ ഈ ബിഗ് ബോസ് പോയാലല്ലേ ഈ ഫിസിക്കൽ അസോൾട്ടിൻ്റെ കാര്യമെല്ലാം അറിയുന്നത്. അവർക്കെല്ലാം മുന്നേ അറിയാം. ഓരോരാളുടെ കഥ കേൾക്കുമ്പോൾ കൊതി വരും. എനക്ക് മാത്രം പറയാൻ ഒരു നല്ല കഥയും ഇല്ല. അറ്റ്ലീസ്റ്റ് ഡൈവോഴ്സ് എങ്കിലും ആയെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കുവേനും. ആ പേരിലെങ്കിലും എനിക്ക് കുറച്ച് വോട്ട് കിട്ടുവേനും. റീ എൻട്രി കിട്ടുമോ എന്തോ. സുലു, സുലു, എന്ന് ഈ ടൈമിൽ ഉറക്കാം? സുലു എണീക്ക്, സുലു എണീക്കടാ.
ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ കണ്ണുറന്നിട്ടാ ഉള്ളേ. ഉറങ്ങിയിട്ടില്ല. ഷോ എൻ്റെ ചെടി നോക്കിയാട്ടപ്പാ, അത് വാടി, ആരും അതിന് വെള്ളമൊന്നും ഒഴിക്കലില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതിയേനു, അതൊരു ജീവനല്ലേ. എൻ്റെ ശുംഭേനെ ഇങ്ങോട്ടേക്ക് എടുക്കായിരുന്നു, പാവം വെള്ളമെല്ലാം ഒഴിക്കാണ്ട് അത് വാടിപ്പോയി. ലാലേട്ടൻ തന്നേനു. രാജുവേട്ട ഇരിക്കേ. രാജുവേട്ടൻ ഒരു ചായ എടുത്തട്ടെ. ആ പിന്നീടല്ല, ഞാൻ നമ്മളെ വീട്ടിലേക്ക് LG TV കൊണ്ടുവരുന്നതിന് ദിനേശേട്ടൊന്നും കുഴപ്പമുണ്ടോ? LG TV ആ ബിഗ് ബോസിലെ. എനക്കൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ എന്തായാലും സെൻട്രലിൽ ഒന്നുണ്ടല്ലോ, അപ്പം ബിഗ് ബോസ് എന്നുള്ളത് നമുക്ക് രാജീവേട്ടനല്ല, നമ്മൾ സെൻട്രൽ TV ഇല്ലേ. അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് ഇപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന TV നമുക്ക് ഇവിടെ വെക്കാം, ബെഡ്റൂമിൽ വെക്കാം. അല്ല, ബിഗ് ബോസിലെ സുമിത്രയും പവിത്രയില്ലേ, അവർ LG TV അല്ലേ. അവരെ വീട്ടിൽ വിളിക്കുന്നതിന് ദിനേശേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് LG TV അല്ല, LGBTQ. രാജീവേട്ടാ, മറ്റേ നമ്മളെ സുലു ആർമി ഭയങ്കര പവർഫുൾ ആയിരുന്നു അല്ലേ. ഞാൻ ബിഗ് ബോസിലുണ്ടായ സുലു ആർമിന്റെ പ്രവർത്തനങ്ങൾ എന്തല്ലേനു? ഇവിടെ യുദ്ധം മുതലും നിന്റെ അറിവിന്ന് വന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് പോയി യുദ്ധം ചെയ്യാൻ. നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ? 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 നിങ്ങൾ എന്നെ പുച്ഛിച്ച് നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ? നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ? നിങ്ങൾ എന്നെ പുച്ഛിച്ച് നിങ്ങൾ എന്നെ പുച്ഛിച്ച് നിങ്ങൾ എന്നെ പുച്ഛിച്ചല്ലേ? 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 പുച്ഛിച്ച് ഇതിന്റെ ബിഗ് ബോസ് കൂടെ അല്ല കേട്ടാ. എന്നെ പൊടിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. എന്നെ പൊടിന്ന് വിളിച്ച് ഞാൻ തിരിച്ചു വിളിക്കും. പോടാ 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 നീ പോടാ. പൊടി നല്ലുള്ളല്ല, അങ്ങ് വീട്ടിൽ പോയി വിളിച്ചാൽ മതി. പോടാ പോടാ നീ പോടാ. വീക്കെൻഡ് ആവട്ടെ. എന്നെ ഉപദേശിക്കാനും ചീത്ത പറയാനും നിങ്ങൾ മോഹൻലാലൊന്നും അല്ല, ഒരു മോഹൻലാൽ കളി. എത്രയോ രസകരമായി സംസാരിക്കാം, എത്രയോ മനോഹരമായ കാര്യങ്ങൾ സംസാരിക്കാം. ഇതൊരു കുടുംബമല്ലേ. അതൊക്കെ വിട്ടിട്ടാണ് വളരെ മോശപ്പെട്ട ഭാഷയിൽ, വളരെ സഭ്യതയില്ലാത്ത വളരെ മോശപ്പെട്ട ഭാഷയിൽ പോടാ 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 പോടിന്ന് നിൻ്റെ വീട്ടിൽ പോയി വിളിക്കൂ. എന്ത് ഭാഷയാണ്? നിങ്ങളൊക്കെ വീട്ടിൽ ഈ ഭാഷയിലാണോ സംസാരിക്കുന്നത്? ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇത്. അപ്പോൾ അവിടെ വയസ്സായവരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഇവരെല്ലാം ഇത് കേൾക്കും. ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കും, എന്താണ് ഇങ്ങനെ സഭ്യതയില്ലാതെ സംസാരിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നതിൽ കാര്യമില്ല. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് എന്നൊരു വലിയൊരു ഫിലോസഫി ഉണ്ട്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ആൻസർ. ഐ നീഡ് എൻ ആൻസർ. പറയൂ, എന്താണ് നിങ്ങളിങ്ങനെ ബ്ലിങ്കസ് ചെയ്യാൻ നിൽക്കുന്നത്? പറയൂ, എന്താണ്? മരുമോനെ ഞാനെന്നാ വേണ്ടേ? ഈ വീട്ടിലെ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടും സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ടും സുലു ഈ വീട്ടിൽ നിന്നും എവിക്റ്റഡ് ആയിരിക്കുകയാണ്. നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. സ്വഭാവം എല്ലാം നന്നാവുമെന്ന് നോക്ക്. അഥവാ നന്നാവുകയാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൂട്ടിക്കോളാം.
നിന്റെ ബിഗ് ബോസ് 2 ആഴ്ച മുമ്പേ കഴിഞ്ഞ്. മൈ ഹൗസിൽ നിന്റെ ബിഗ് ബോസ് നടക്കൂല. ഒരു കാര്യം പറയാം, അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ, എങ്ങനെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ കയറിയാൽ മതി. ഇതൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് തോന്നുന്നുണ്ടാ? വൈൽഡ് കാർഡാ? അതെന്നാ? വിക്ടിംഗ് കാർഡ് ഇറക്കല്ലേ? ഗ്രീറ്റിംഗ് കാർഡ്, ബർത്ത്ഡേ കാർഡ്, ക്രിസ്മസ് കാർഡ് എന്നെല്ലാം കേട്ടിന്. എന്നാ ദിനേശ് ചേട്ടാ ഈ വിക്ടിംഗ് കാർഡ്? ഒരുപാട് പാവാവല്ലേ, വിശ്വാസം വരൂല. കുറച്ച് കേട്ടാ. കേറാ നോക്ക്. പണി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. പെട്ടി ദിനേശ് ചേട്ടാ, ദിനേശ് ചേട്ടാ ആരാ? അറിയില്ല. ഹലോ ഹലോ ചങ്കളെ, ഞാനൊരു ഓഫറായിട്ടാണ് വിളിച്ചത്. നിങ്ങളെ ഭാര്യ എൻ്റെ കൂടെ ഒരു റീല് ചെയ്താൽ ഞാൻ നിങ്ങളെ ഭാര്യനെ ഹിന്ദി ബിഗ് ബോസിൽ കയറ്റി തരാം. ഇത് എൻ്റെ വാക്കാണ്. ഇതാരാ, സൽമാൻ ഖാനാണോ? സൗണ്ട് കേട്ടാ അങ്ങനെ തോന്നുമെങ്കിലും ഞാൻ സൽമാൻ ഖാനല്ല, ഞാൻ ബാലേട്ടൻ തലശ്ശേരി. ഈ അച്ഛനും അമ്മയും ഇട്ട പേര് ബാലാട്ടൻ എന്നാണോ? ചുറിപ്പറമ്പിൽ ബാലൻ എന്നാണ് ശരിക്കുള്ള പേര്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലെല്ലാം എന്നെ എല്ലാരും വിളിക്കുന്നത് ബാലാട്ടൻ എന്നാണ്. ബാലേട്ടൻ തലശ്ശേരി എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാനും അറിയും. ചങ്കെ, ബാലേട്ടൻ കുറേ പെൺകുട്ടികളെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ബിഗ് ബോസുകളിൽ കയറ്റിയിട്ടുണ്ട്. ആര് ദിനേശ് ചേട്ടാ? ഏതോ മാൻ പവർ സപ്ലൈ കമ്പനി. ചങ്കെ, ബാലേട്ടൻ എന്താണ് ഹിന്ദി ബിഗ് ബോസിലല്ലേ കയറണ്ടേ? അപ്പോ ജിയാ ചലേ ഊഞ്ചലേ ഊഞ്ചലേ അതന്നെ എനക്കും പറയാനല്ലേ. ഇപ്പം ഈ നിങ്ങളെ പേര് ബാലാട്ടം ഏതെങ്കിലും ബിഗ് ബോസിൽ കയറ്റിയിട്ടുണ്ടാ? ബാലേട്ടൻ പോയിട്ടില്ല. പക്ഷെ ബാലേട്ടൻ കാരണം കുറെ ആളുകൾ ഇന്നത്തെ ബിഗ് ബോസുകളിലുണ്ട്. അത് ആദ്യം ഒരു കാര്യം ചെയ്യും. ആദ്യം നിങ്ങൾ ബിഗ് ബോസ് പോകും, എന്നിട്ട് ആടെ പോയിട്ട് കളിയെല്ലാം കളിക്കുക. അതിന് ശേഷം നാട്ടുകാരെ ഭാര്യമാരെ ബിഗ് ബോസിലേക്ക് അയക്കാം. നമുക്ക് എന്റെ ഭാര്യന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ചത്തിട്ടൊന്നുമില്ല. എന്റെ ഭാര്യന്റെ ബിഗ് ബോസിലേക്ക് അയക്കണോ ഏതോ കുടുംബശ്രീയിൽ അയക്കണോ ഞാൻ തീരുമാനിക്കും. എനിക്ക് ഹിന്ദി ബിഗ് ബോസ് പോണ. അയ്യോ ആളെ കൂടി സ്വാമി. ഇവളാള് മാറി. ഏതായി പേരട്ട? ഹലോ അമ്മേ, സുലുവിന് നല്ല മാറ്റമുണ്ട്. ആ പഴയ ബിഗ് ബോസ് എന്ന് വന്നപ്പോൾ വീട് കളിയൊന്നുമില്ല ഇപ്പോ. ഓളെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് പല നമ്പരും ഞാൻ പ്രയോഗിച്ചു. സുലു, ഓ ഷണ്ണൂട്ടൻ, ഷണ്ണൂട്ട, 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 ഷണ്ണു. എന്നിട്ടോ എന്തോ പ്രശ്നമുണ്ടാ? 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 ഇല്ല. പ്രശ്നമുണ്ടാ? വെറുതെ ചിരിച്ചിട്ടങ്ങ് പോയി. സംഭവം ആ ബിഗ് ബോസ് നിന്ന് വന്ന ടൈമിൽ ഞാൻ ആ ഷണ്ണൂട്ടിൽ ഒന്ന് മറ്റേ തുറിച്ചു നോക്കിയിട്ട് ഓളെൻ്റെ ക്ഷീണം എടുക്കുമായിരുന്നു. ഇതെനക്ക് അതെല്ലാം അത്ഭുതമോ. എന്നിട്ട് പിന്നെ ഞാനുണ്ടല്ലോ, നിന്റെ ചപ്പാത്തിക്ക് വലിപ്പമില്ല. പിന്നെ ഈ 2 ഉണക്ക ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ആണുങ്ങളെ വയറേറിയാ. അതുകൊണ്ട് ഞാൻ 6 ചപ്പാത്തിൽ ബാക്കി 5 ചപ്പാത്തി എടുത്ത് കഴിച്ച്. അത് കുഴപ്പമുണ്ടാ? ഞാൻ 2ാമതും ചപ്പാത്തി കുഴക്കാൻ പോവാ. വേണ ചപ്പാത്തി? അല്ല, കുഴപ്പമുണ്ടെങ്കിൽ പറയണം. കുഴപ്പമുണ്ടെങ്കിൽ പറയപ്പാ. ഇല്ല, ഞാൻ പോയിട്ട് ചപ്പാത്തി വെക്കട്ടെ. വേണ ചപ്പാത്തി? കൊയക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. വേറൊരു കാര്യം അറിയാം. എന്നിട്ടോ എന്നെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പരിപാടിൻ്റെ ബിഗ് ബോസ്. ബിഗ് ബോസിലെ നായി കുറക്കണമെന്നൊന്നുമില്ല. വീട്ടിലെ നായി കുറച്ചാലും ഞാൻ എണീക്കും.
അവസാനം ഉണ്ടല്ലോ ഞാൻ എൻ്റെ മാസ്റ്റർ പീസ് സാധനം എടുത്തു. അടി 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 ഞാനെന്തോ പറയാൻ വേഷല്ലോ അടി അല്ല പൊടി അടി അല്ല ഞാൻ ഈ ഇടി പൊടിയെന്ന് വിളിച്ചാലും വല്ല ബുദ്ധിമുട്ടും ഉണ്ടാ? അല്ല ഞാൻ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് വിളിക്കാം ഇടി പൊടിയെന്ന്. ഇത് ദിനേശേട്ടൻ്റെ വീടല്ലേ? ആ ഒരു കാര്യം ചെയ്യടി, നീ ഇപ്പൊ തൽക്കാലം പൊടി എടി പൊടി എന്താണടി ആരാണടി പൊടി പൊടി. ഓട് മാറിയമ്മേ, ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സമാധാനായി. എനക്ക് തോന്നിയെന്നറിയാം, ഞാനന്ന് മോഹൻലാലായിട്ടില്ലേ, അതിലൊക്കെ നല്ല പേടി തട്ടിയിട്ടുണ്ട്. മോനൊരു പാവം മോഹൻലാൽ ആയതുകൊണ്ടാണ് ഓള് മോന്റെ തലേ കയറി ഇരുന്നിന്. ഈടോള അച്ഛൻ അസല് സൽമാൻ ഖാനാ. ഓൾ ഒരു കളി ഈട നടക്കൂല. ആ ഞാനും അത്ര പാവമൊന്നുമല്ല, എന്നെ നന്നായിട്ട് അറിയുന്നൊക്കെ അറിയാം, ഞാൻ വല്ലാത്ത സാധനം തന്നെയാണ്. ഓ ആ മരുമോനെ, ആ PR വിളിച്ചിന് ആ പൈസക്ക് വേണ്ടിട്ട് ബാക്കി. അയ്യോ നമ്മള് പാവം മോഹൻലാല്, അവിടെ ഒരു സൽമാൻ ഖാൻ ഇല്ലേ, മൂപ്പറോട് കൊടുക്കാൻ വേണ്ടി പറയാട്ടാ. അയ്യേടാ തോറ്റ് തുപ്പിയിട്ട് വന്നിന്, എന്നിട്ട് അതിന് PR ബാക്കി പൈസയും കൂടി കൊടുക്കുക, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അയ്യോ ബിഗ് ബോസ് ദൈവമേ. എനിക്കിനി കല്യാണമൊന്നും വേണ്ട. ആ ഇത് നല്ലതാ. ഈ വീട്ടിൽ നിന്നും ബിഗ് ബോസ് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. ദിനേശേട്ടൻ ഉറങ്ങണമെങ്കിൽ അപ്പുറം പോയിട്ട് ഉറങ്ങിക്കോ. ഉറക്കൊന്നുമില്ലപ്പാ. നിങ്ങളെന്നെ പുച്ഛിച്ചേ, നിങ്ങളെന്നെ പുച്ഛിച്ചേ, നിങ്ങളെന്നെ പുച്ഛിച്ചാ, നിങ്ങളെന്നെ പുച്ഛിച്ചാ. അതുകൊണ്ട് ഞാൻ 6 ചപ്പാത്തിൽ ബാക്കി 5 ചപ്പാത്തി എടുത്ത് കഴിച്ചു. ഒരാൾക്ക് 2 ചപ്പാത്തി പോരെ? പൊടി പോ 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 പൊടി പൊടി എടി പൊടി എന്താണടി? ഇതെന്തെന്നാണ് എൻ്റെ ബിഗ് ബോ, എൻ്റെ മുത്തപ്പ. കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു.